നിഷ സ്പൈസസ്. ഇന്നത്തെ റെസിപ്പി ഒരു കേക്കാണ്, അതും ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കേക്കാണ് അല്ലെ. നമ്മള് ബേക്കറിയിൽ നിന്നൊക്കെ യൂഷ്വലി മേടിക്കുന്ന പണ്ട് മുതൽ ഇപ്പോഴും പിന്നെ ഒരുപാട് വെറൈറ്റി കേക്ക് ഉണ്ട്. പണ്ട് മുതലേ ഒരു ഫേമസ് കേക്ക് അല്ലേ ബ്ലാക്ക് ഫോറസ്റ്റും വൈറ്റ് ഫോറസ്റ്റും ഒക്കെ. അപ്പം ബ്ലാക്ക് ഫോറസ്റ്റ് പിന്നെ ചോക്ലേറ്റ് ഫ്ലേവർ ആയതുകൊണ്ട് പൊതുവെ കുട്ടികൾക്കും ഒക്കെ ചോക്ലേറ്റ് ഇഷ്ടമുള്ളവർക്കെല്ലാം ഇഷ്ടമുള്ള ഒരു കേക്കാണ്. അപ്പൊ നമുക്ക് ഓവൻ ഇല്ലാതെ പെട്ടെന്ന് എളുപ്പത്തിൽ ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് കാണാം. പിന്നെ ഒരു സ്പെഷ്യാലിറ്റി കൂടെ ഉണ്ട്, കേക്ക് ഉണ്ടാക്കാൻ അറിഞ്ഞുകൂടാത്തവർക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. കാരണം ഞാൻ ഒട്ടും ഒരു കേക്കിങ്ങനെ ഫ്രോസ്റ്റിംഗ് ഒന്നും ചെയ്യുന്ന ഒരു എക്സ്പേർട്ട് അല്ല. സാധാരണ ഒരു കേക്ക് ബേക്ക് ചെയ്യും, അത്രയും ഞാൻ യൂഷ്വലി ചെയ്യാറുള്ളൂ. ഫ്രോസ്റ്റിംഗ് ചെയ്യാൻ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു വശമില്ല. എനിക്കൊരു വഴങ്ങാത്തൊരു കാര്യമാണ് യൂഷ്വലി കേക്ക് ഡെക്കറേഷനും ഫ്രോസ്റ്റിങ്ങും ഒക്കെ. പക്ഷെ കേക്ക് അങ്ങനെ ഇതുവരെ ഫ്രോസ്റ്റിംഗ് ചെയ്തിട്ടില്ലാത്തവർക്ക് ഫസ്റ്റ് ടൈം ട്രൈ ചെയ്ത് സക്സസ് ആകുമെന്ന് ഉറപ്പുള്ള ഒരു കേക്കാണ്. അത് ഏറ്റവും ഈസി ആയിട്ട് ഫ്രോസ്റ്റിംഗ് ചെയ്യാൻ പറ്റുന്ന ഒരു കേക്കാണ് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക്. ഓവൻ ഒന്നും വേണ്ട, നമുക്ക് സ്റ്റൗവിൽ വെച്ചിട്ട് നല്ല ബേക്കറിയിൽ കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള സൂപ്പർ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് കാണാം. ഞാനിത് ഉണ്ടാക്കിയത് എൻ്റെ ഫ്രണ്ട് സിറിയയുടെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. കേക്ക് കട്ട് ചെയ്ത് എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഉണ്ടാക്കി കഴിഞ്ഞാണ് ഞാൻ ഇൻട്രൊഡക്ഷൻ എടുക്കുന്നത്, അതുകൊണ്ടാണ് കേക്ക് എങ്ങനെ ഉണ്ടായിരുന്നതും കൂടെ പറഞ്ഞ് നോക്കി കഴിഞ്ഞാണ് എടുക്കുന്നത്. അപ്പൊ ശരി, നമുക്ക് എങ്ങനെയാണെന്ന് കാണാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ കേക്കിനുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് സീവ് ചെയ്ത് വെക്കണം. അപ്പം ഞാനിവിടെ എടുത്തേക്കുന്നത് 1 കപ്പ് മൈദയാണ്. 250 ml ഒരു കപ്പാണ്. അപ്പം ഒരു വലിയൊരു സ്ട്രെയിനറിനോട്ട് ആ 1 കപ്പ് മൈദ ഇടാം. പിന്നെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ആകുമ്പം ഡെഫിനറ്റ്ലി അത് ചോക്ലേറ്റ് കേക്ക് ആയിരിക്കുമല്ലോ, അപ്പം കൊക്കോ പൗഡർ വേണം. അപ്പം 1 കപ്പ് മൈദയും 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറുമാണ്. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, പിന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, നമ്മുടെ സാധാരണ സോഡാപ്പൊടി, പിന്നെ ഒരു പിഞ്ച് ഉപ്പ്. ഒരു ജസ്റ്റ് കയ്യിൽ ഇച്ചിരി ഒരു പിഞ്ച് എടുത്താൽ മതി. അത് ആ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് നമ്മൾ എപ്പോഴും കേക്കിൽ ചേർക്കുമല്ലോ. ഇത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി അരിപ്പേ കൂടെ ഒന്ന് സീവ് ചെയ്തെടുക്കണം. സീവ് ചെയ്ത ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് മിക്സ് ആക്കി ഒന്ന് യോജിപ്പിച്ച് വെക്കുകയാണ്. വേണമെങ്കിൽ 1-2 പ്രാവശ്യം ഒന്ന് സീവ് ചെയ്തെടുക്കാം കേട്ടോ. ഡ്രൈ ഇൻഗ്രീഡിയൻസ് മാറ്റി വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് ചെയ്യുന്നത് സ്റ്റൗ ടോപ്പിലല്ലേ, അപ്പം പാത്രം പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ട് ബാക്കി മുട്ടയൊക്കെ ബീറ്റ് ചെയ്യാനായിട്ട് തുടങ്ങാം. ഇതൊരു 10 മിനിറ്റ് അപ്പം പ്രീഹീറ്റ് ചെയ്ത് വെക്കാമല്ലോ. ഇത് ഓവനിലാണ് ചെയ്യുന്നെങ്കിലും ഈ സമയമാകുമ്പം ഓവന് 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ്സ് പ്രീഹീറ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. ഞാൻ ഓവനിലുള്ള സെയിം മെത്തേഡും പറയാം, കാരണം എല്ലാവരും സ്റ്റൗ ടോപ്പിലായിരിക്കത്തില്ല. അപ്പോൾ കുറേ പേര് ചോദിക്കാറുണ്ട് ഓവനിലുള്ള ടെമ്പറേച്ചറും കൂടെ പറയാമോ. അതുകൊണ്ടാണ് 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ്സ് ഓവനിലുള്ളവർ പ്രീഹീറ്റ് ചെയ്യണം. അതേപോലെ സ്റ്റൗവിലാണ് ചെയ്യുന്നെങ്കിൽ ഇതേപോലെ ഒരു വലിയ പാത്രം എടുക്കുക. അതിനകത്ത് ഇങ്ങനൊരു സ്റ്റാൻഡ് അല്ലെങ്കിൽ ഒരു അടപ്പ് വല്ലോ അടച്ച് തിരിച്ച് ഇങ്ങനെ വെക്കുന്ന ഒരു പ്ലേറ്റ് ആയാലും മതി. ഇങ്ങനെ കമത്തി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ അടച്ച് 10 മിനിറ്റ്. ഇനിയും ഒരു വലിയ ബൗളിലോട്ട് 3 മുട്ട പൊട്ടിച്ചിടണം. ഇതിപ്പം വലിയ മുട്ടയാണ്, അതുകൊണ്ടാണ് 3 എണ്ണം എടുത്തേക്കുന്നത്. മീഡിയം സൈസ് എഗ് ആണെങ്കിൽ 4 എണ്ണം വേണം കേട്ടോ. പിന്നെ മുട്ട റൂം ടെമ്പറേച്ചറിലുള്ളതായിരിക്കണം. 4-5 മണിക്കൂർ മുമ്പേ എടുത്ത് വെളിയിൽ വെച്ച മുട്ടയായിരിക്കണം, ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് എടുക്കല്ലേ. ഇനിയും ഇത് ഞാൻ ബീറ്റർ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് നല്ല ഫ്ലഫി ആക്കി എടുക്കുകയാണ്. ഇപ്പം ഇതിപ്പോൾ ഞാൻ ഇലക്ട്രിക് ബീറ്ററാണ് എടുക്കുന്നത്. ഇലക്ട്രിക് ബീറ്റർ ഇല്ലെങ്കിൽ ഒരു മിക്സിയിൽ വെച്ചിട്ട് ബീറ്റ് ചെയ്താൽ മതി. ഞാൻ ഒരുപാട് കേക്കുകളെല്ലാം മിക്സിയിൽ വെച്ചിട്ടാണ് ഇതുവരെയുള്ള മിക്ക കേക്കും ഞാൻ മിക്സിയിൽ വെച്ചിട്ടാണ് കാണിച്ചിട്ടുള്ളത്. എനിക്കൊന്നും ഇപ്പോൾ ആദ്യമായിട്ടാണ് തോന്നുന്നത് ഞാൻ ഇലക്ട്രിക് ബീറ്റർ. അപ്പോൾ ഒത്തിരി നാളെ ഇവിടെ ഇലക്ട്രിക് ബീറ്റർ ഞാൻ 3-4 വർഷമായിട്ടുള്ളതാണ്. അപ്പം എപ്പോഴും മിക്സിയിൽ കാണിക്കല്ലേ എന്ന് വിചാരിച്ചിട്ട് ഒന്ന് ബീറ്ററിൽ ചെയ്ത് കാണിക്കുകയാണ് കേട്ടോ. ഏകദേശം 3 മിനിറ്റ് ഹൈ സ്പീഡിൽ ഞാൻ മുട്ട ഇങ്ങനെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. മിക്സിയിലാണെങ്കിലും ഒരു 1-2 മിനിറ്റ് ഹൈ സ്പീഡിലിട്ട് ചെയ്താൽ മതി. അപ്പം നല്ല ഫ്ലഫി ആയിട്ട് കിട്ടും. ഒത്തിരി നേരം ഭയങ്കരമായിട്ട് മുട്ട അങ്ങ് ബീറ്റ് ചെയ്യണ്ട കേട്ടോ. ഇതായി പോകും, പിരിഞ്ഞ് പോകുന്നതല്ല, അതൊരു വല്ലാതാവും മുട്ട. അപ്പോൾ ഒരുപാട് ബീറ്റ് ചെയ്യണ്ട, ഒരു 3 മിനിറ്റ് ഹൈ സ്പീഡിൽ ബീറ്റ് ചെയ്താൽ മതി. ഇനി ഇതിനകത്തോട്ട് കുറച്ചായിട്ട് പഞ്ചസാര ചേർത്ത് ഒന്നുകൂടെ ബീറ്റ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് 1 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ്. അപ്പം 1/4 കപ്പ് സാധാരണ പഞ്ചസാര എടുത്ത് പൊടിച്ചാൽ 1 കപ്പ് ഉണ്ടാവും. ഇത് 250 ml കപ്പ് തന്നെയാണ്. മെഷറിംഗ് കപ്പ് അല്ല, സാധാരണ കപ്പ് എടുക്കുന്നെങ്കിൽ എല്ലാ ഇൻഗ്രീഡിയൻസും ഒരേ കപ്പിൽ തന്നെ എടുക്കാൻ ശ്രമിച്ചാൽ മതി. ഇനിയും കുറച്ചായിട്ട്
ആയിട്ട് ഇട്ട് അതൊരു 1/3 ആയിട്ട് ഇട്ട് ഓരോ പ്രാവശ്യം ഇട്ട് അങ്ങനെ അങ്ങനെ ബീറ്റ് ചെയ്തെടുത്താൽ മതി. ചേർക്കാൻ പോകുന്നത് 1 ടീസ്പൂൺ വാനില എസൻസ്. വാനില എസൻസ് ചേർത്ത് കഴിഞ്ഞ് ഞാൻ ചേർക്കാൻ പോകുന്നത് 1/2 കപ്പ് മെൽറ്റഡ് ബട്ടറാണ്. ഇത് അൺസോൾട്ടഡ് ബട്ടർ ഉരുക്കിയെടുത്തതാണ്. ഞാൻ മൈക്രോവേവിൽ വെച്ചിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തതാണ്. അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ചേർത്താലും മതി, സെയിം ക്വാണ്ടിറ്റി തന്നെ. 1/2 കപ്പാണ്. ബട്ടറാണ് കുറച്ചുകൂടെ ടേസ്റ്റ്. പിന്നെ ബട്ടർ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ ചേർക്കുന്നതിലും കുറച്ചുകൂടെ കേക്ക് സോഫ്റ്റ് ആവാൻ നല്ലത് ഇങ്ങനെ മെൽറ്റഡ് ബട്ടർ ചേർക്കുന്നതാണ്. ഇനിയും ഒന്നുകൂടെ ചെറിയ സ്പീഡിൽ വെച്ചിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. മെൽറ്റഡ് ബട്ടർ ചേർത്ത് ഒരു ഇച്ചിരി നേരം 10-30 സെക്കൻഡ് ബീറ്റ് ചെയ്തോളൂ, ഒരുപാടൊന്നും ബീറ്റ് ചെയ്യണ്ട. ഇനിയും ചേർക്കാൻ പോകുന്നത് 1/2 കപ്പ്, ആ സെയിം ബട്ടർ എടുത്ത കപ്പിൽ തന്നെ എടുത്തേക്കുന്നതാണ് 1/2 കപ്പ് പാല്. തണുത്ത പാലല്ല, റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ്. ഇപ്പൊ ഫ്രിഡ്ജിൽ ഇരിക്കുന്ന പാലാണെങ്കിൽ ഒരു ലേശം ഒന്ന് ചൂടാക്കി എടുത്താലും മതി കേട്ടോ. ഒരു ശകലം ചൂടുണ്ടെങ്കിലും, ഒത്തിരി ചൂടല്ല, ഒരു ലൂക്ക് ഹോം എന്നൊക്കെ പറയത്തില്ലേ, ആ ഒരു ചൂടുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനിയും ലോ സ്പീഡിൽ ഏകദേശം 1 മിനിറ്റ് ഇതൊന്ന് ബീറ്റ് ചെയ്ത് എടുക്കണം. ഇനിയും ഇതിനകത്തോട്ട് സീവ് ചെയ്ത് വെച്ചേക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായിട്ട് ചേർത്ത് മിക്സ് ആക്കണം. ഇനിയിപ്പോൾ ബീറ്റർ വേണ്ട, ഈ സ്പാച്ചില വെച്ചിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കിയാൽ മതി. ഞാൻ ഇതിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്ത് കുറച്ചായിട്ട് ചേർക്കും. ആദ്യത്തെ ഒരു ഭാഗം ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് ബാക്കി അങ്ങനെ ചേർത്ത് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യുമ്പം ഈ സ്പാച്ചില വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്യുമ്പം ഒരേ ഡയറക്ഷനിൽ മിക്സ് ചെയ്യണം കേട്ടോ. ഇങ്ങനെ തിരിച്ച് ഇങ്ങനെ മിക്സ് ചെയ്യരുത്. എല്ലാം ചേർത്ത് സ്പാച്ചില വെച്ചിട്ട് തന്നെ എല്ലാം ചേർത്ത് കഴിഞ്ഞ് നമുക്ക് ബീറ്ററിന്റെ ലോ സ്പീഡിൽ വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം. അതുകൊണ്ട് കുഴപ്പമില്ല. ജസ്റ്റ് ഇപ്പോൾ ഓരോ ബാച്ചായിട്ട് ചേർത്ത് ഇങ്ങനെ മിക്സ് ആക്കി കൊടുത്താൽ മതി. ഇപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഫുള്ള് ചേർത്ത് സ്പാച്ചില വെച്ചിട്ട് ഒന്ന് യോജിപ്പിച്ച് കഴിഞ്ഞു. ഇനി ഞാൻ ഈ ബീറ്റർ വെച്ചിട്ട് തന്നെ ലോ സ്പീഡിൽ ഒരു 10-30 സെക്കൻഡ് അതൊന്ന് നന്നായിട്ട് ബ്ലെൻഡായി വരാനായിട്ട് ഒന്ന് ബീറ്റ് ചെയ്യണേ. ഇത് ബീറ്റർ ഇല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പ്രോസസ്സ് ഒക്കെ മിക്സിയിൽ തന്നെ ചെയ്താൽ മതി. പിന്നെ ഒരു കാര്യം കൂടെ, ഇതിപ്പോൾ മുട്ട കഴിക്കാത്തവരാ വെജിറ്റേറിയൻസ് ആണെങ്കിൽ ഞാനൊരു എഗ്ലെസ് ചോക്ലേറ്റ് കേക്ക് അതും മിക്സിയിൽ തന്നെ ഉണ്ടാക്കുന്ന വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ റെസിപ്പി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പം ഈ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് തന്നെ എഗ്ലെസ് ആയിട്ട് ചെയ്യണമെങ്കിൽ ആ കേക്ക് ആ രീതിയിൽ ഉണ്ടാക്കിയാൽ മതി. അത് മിക്സിയിൽ ബീറ്റർ ഇല്ലാതെ ചെയ്യുന്ന മെത്തേഡിലാണ് കാണിച്ചു വെച്ചിരിക്കുന്നത്. ഇനിയും ഇത് കേക്ക് ടിന്നിലോട്ട് ഒഴിക്കണം. കേക്ക് ടിൻ ഞാൻ ഓൾറെഡി ഗ്രീസ് ചെയ്തൊക്കെ റെഡിയാക്കി വെച്ചേക്കുകയാണ്. അപ്പം താഴെ സൺഫ്ലവർ ഓയിൽ ഇട്ടു, അതിൻ്റെ മുകളിലൊരു ബേക്കിംഗ് പേപ്പർ ഇട്ടു, പിന്നെ മുകളിൽ കുറച്ച് മൈദ ഡസ്റ്റ് ചെയ്ത് തട്ടിയെടുത്തു. ഇത് ഞാൻ വീണ്ടും കാണിച്ചു, ഒത്തിരി ലെങ്ത് ആക്കണ്ട വീഡിയോ എന്ന് വെച്ചിട്ടാണ് ഇതൊന്ന് റിപ്പീറ്റ് ചെയ്ത് കാണിക്കാത്തത് കേട്ടോ. ഇത് ഞാനിപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്ന വീഡിയോ ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അത് ചെക്ക് ചെയ്താലും മതി. അതെല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ കേക്ക് ടിൻ ഗ്രീസ് ചെയ്യേണ്ടത്. ഇനിയും ഈ ഗ്രീസ് ചെയ്ത് വെച്ചേക്കുന്ന കേക്ക് ടിന്നിലോട്ട് ബാറ്റർ ഒഴിക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാവേ. അതിനകത്തെ എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പുറത്ത് പോകാനാ. നമ്മുടെ സ്റ്റൗ ഓവൻ നല്ല ചൂടായിരിക്കും. പാത്രം ഇറക്കി വെക്കാം, കൈ പൊള്ളാതെ വെക്കണം, അതേ ഉള്ളൂ. ഓക്കെ, ഞാൻ വെച്ച് ഒരുവിധം നടുക്കൊക്കെ ആക്കിയിട്ടുണ്ട്. ഒരുപാട് നേരം തുറന്ന് വെക്കാതെ അതിൻ്റെ ചൂടൊന്നും കളയാതെ വേഗം തന്നെ അടച്ചു വെക്കാം. ആദ്യത്തെ ഒരു 2 മിനിറ്റ് ഈ വെച്ചിരുന്ന അതേ പ്രീഹീറ്റ് ചെയ്തിരുന്ന അതേ ഫ്ലെയിമിൽ ഇരിക്കട്ടെ. 2 മിനിറ്റ് കഴിഞ്ഞിട്ട് ലോ ഫ്ലെയിമിലാക്കി ഏകദേശം ഒരു 55 മിനിറ്റ്സ് ടു 1 അവർ വേണം കേട്ടോ ഇത് ബേക്കായി വരാനായിട്ട്. 55 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ 2 മിനിറ്റ് കഴിഞ്ഞ് സിമ്മിലാക്കണം. ഏറ്റവും മിനിമം ഫ്ലെയിമിലാണ് 55 മിനിറ്റ്സ് പറഞ്ഞത്. അതിനിടയ്ക്ക് തുറന്ന് നോക്കരുത് കേട്ടോ. അപ്പം കേക്ക് നന്നായിട്ട് പൊങ്ങി വരത്തില്ല. പിന്നെ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയുടെ ഒക്കെ ആ ഒരു എഫിഷ്യൻസി അനുസരിച്ച് കേക്ക് പൊങ്ങി വരുള്ളൂ. നമുക്ക് നോക്കാം, പൊങ്ങി വരും എന്ന വിശ്വാസത്തോടെ വെയിറ്റ് ചെയ്യാം. കേക്ക് ബേക്ക് ചെയ്യാൻ വെച്ചിട്ട് ഇപ്പം 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ദാ ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഒട്ടും കണ്ടില്ലേ, നല്ല ക്ലീൻ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പം ഇനിയും ഫ്ലെയിം ഓഫാക്കി ഈ കേക്ക് ടിൻ ഇതിൽ നിന്ന് എടുത്ത് മാറ്റി ഒന്ന് തണുക്കാനായിട്ട് വെക്കണം. കേക്കിന്റെ ചൂടൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇനിയും ഡീമോൾഡ് ചെയ്യാം.
ദേ എൻ്റെ ബാക്ക് സൈഡ് കണ്ടല്ലോ, സ്റ്റൗ ടോപ്പിൽ ചെയ്തിട്ടും ഒട്ടും കരിഞ്ഞൊന്നും പോയിട്ടില്ല. ബേസ് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനിയും ഇതിവിടെ ഇരിക്കട്ടെ. ഞാനിതിപ്പം ഒന്നെങ്കിൽ ഇത് ഒരു നന്നായിട്ട് തണുക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് ഇതിൻ്റെ ചൂട് ഇച്ചിരി കൂടി, ഇതിപ്പോൾ ഒരു ചെറിയൊരു ചൂടുണ്ട്, ഇത് മാറിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് 1 മണിക്കൂർ കഴിഞ്ഞ് ഐസിങ് ചെയ്യാം. ഇനി ഞാൻ ഫ്രോസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് ഷുഗർ സിറപ്പ് ഉണ്ടാക്കുകയാണ്. ഇത് 1/4 കപ്പ് പഞ്ചസാരയും 1/4 കപ്പ് വെള്ളവും കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. സാധാരണ ഷുഗർ സിറപ്പ് ഉണ്ടാക്കുന്ന പോലെ. അത് ഒരു നൂൽ പരുവോ ആവുമൊന്നും വേണ്ട, രണ്ടും കൂടെ ജസ്റ്റ് ഒന്ന് മിക്സായി വന്നാൽ മതി കേട്ടോ. നന്നായിട്ട് മിക്സായി 1 മിനിറ്റ് ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് ഞാൻ ഫ്ലെയിം ലോയിലാക്കി ഇതൊരു പാത്രത്തിലോട്ട് മാറ്റുകയാണ്. ഇനിയും ആ പാത്രത്തിലോട്ട് തന്നെ കുറച്ചുകൂടെ വെള്ളം ഒഴിക്കുകയാണ്. ഒരു 1/4 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് ഫ്ലെയിം ഹൈയിലാക്കി അത് ഒരു ചെറി ഒന്ന് ക്രഷ് ഉണ്ടാക്കാനാണ്. ഇതിപ്പം റെഡ് ചെറി ഞാൻ മേടിച്ചാണ്. ഇതിപ്പം ലുലുവിന്ന് മേടിച്ചാണ്. റെഡ് ഗ്ലേസ് ചെറി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മേടിക്കാൻ കിട്ടുന്നതാണ്. റെഡ് ഗ്ലേസ് ചെറി എന്ന് തന്നെയാണ് എഴുതിയേക്കുന്നത്. ഇത് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിനൊക്കെ ചെറിയാണല്ലോ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ്. മുകളിൽ ഇടാനായിട്ട് കുറച്ച് വെച്ചിട്ട് ബാക്കി ഒരു 1/4 ഭാഗം ഞാനൊരു ചെറിയ ഗ്ലേസ് പോലെ അകത്തെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് എടുക്കുകയാണ്. ഒരു 1/4ഓളം എടുത്തിട്ടുണ്ട്. ഇനിയും ഇത് നന്നായിട്ട് ഈ വെള്ളത്തിലൊന്ന് മെൽറ്റായി വരണം. അപ്പം കുറച്ച് പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കണം. ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കുക. ആ പഞ്ചസാര ഇട്ട വെള്ളത്തിൽ ആ ചെറി ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്കും ഈ തവി വെച്ചിട്ട് തന്നെ ആ ചെറി ഒന്ന് ഉടച്ച് കൊടുക്കണം. എന്നുവെച്ചാൽ സാധാരണ നമ്മൾ ഈ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിലൊക്കെ ചെറി 2ആയിട്ട് മുറിച്ചിടുന്നതിനേക്കാളും ഇതേപോലെ ചെറിയ ക്രഷ് ഉണ്ടാക്കി അകത്ത് ഫില്ലിങ് വെക്കുന്നതാണ് കൂടുതൽ കഴിക്കാനായിട്ട് ഒരു ടേസ്റ്റി. കുറച്ച് ഇങ്ങനെ ഒരു ക്രഷായിട്ട് കിടക്കുന്നതാണ് കൂടുതൽ രസം, ഒത്തിരി പീസായിട്ട് കടിക്കാതെ. അപ്പം മാക്സിമം ഈ തവി വെച്ചിട്ട് ഇങ്ങനെ ഉടച്ച് കുട്ടി കുട്ടി പീസാക്കി കൊടുത്താൽ അതിനകത്ത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അത് കഴിക്കാനായിട്ട്. അപ്പം ഇതിനെയാണ് ചെറിയ ക്രഷ് എന്ന് പറയുന്നത്. നമ്മൾ സ്ട്രോബെറി ക്രഷ് എന്നൊക്കെ കേട്ടിട്ടില്ലേ, അതേപോലെ തന്നെ ഒരു ചെറിയ ക്രഷാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഞാനിത് മാക്സിമം ഒത്തിരി ഒരുപാട് ഇതാക്കണ്ട, കണ്ടെങ്കിൽ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കിടപ്പുണ്ട്. നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ആക്കുകയാണ്. ഇത് തണുക്കാനായിട്ട് വെക്കാം. ഇനിയും കേക്കിൻ്റെ ഫ്രോസ്റ്റിംഗ് റെഡിയാക്കാം. ഈ ഫ്രോസ്റ്റിംഗ് ചെയ്യുന്നതിൻ്റെ 2 മണിക്കൂർ മുമ്പേ ഞാൻ ഈ ഫ്രോസ്റ്റ് ചെയ്യാനുള്ള ബൗളും ഈ ബീറ്ററിൻ്റെ ബ്ലേഡും ഫ്രീസറിൽ വെച്ചിട്ട് ഫ്രീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 2 മണിക്കൂർ 2 മണിക്കൂർ മതി. ഞാൻ രാവിലെ തന്നെ അങ്ങ് വെച്ചായിരുന്നു ഫ്രീസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇപ്പോൾ ഒരു 3 മണിക്കൂർ ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത് നന്നായിട്ട് ഫ്രീസ് ചെയ്യണം, കാരണം നമ്മുടെ വിപ്പിംഗ് ക്രീം മെൽറ്റ് ആയി പോരുതല്ലോ. കുറേ നേരം ബീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ചൂടായിട്ട് അതിൻ്റെ തണുപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനാണ്. പിന്നെ ഞാൻ യൂസ് ചെയ്തേക്കുന്ന വിപ്പിംഗ് ക്രീം എന്ന് പറയുന്നത് മാക് ടോപ്പ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ്. ഇത് UAE കിട്ടുന്ന ബ്രാൻഡാണ്. ഇതിപ്പോൾ UAE ഞാൻ മേടിച്ചത് ലുലുവിൽ നിന്നാണ്. ഇത് ലുലുവിലൊക്കെ എളുപ്പത്തിൽ കിട്ടുന്ന ഒരു ബ്രാൻഡാണ് കേട്ടോ. പിന്നെ വിപ്പിംഗ് ക്രീം യൂസ് ചെയ്യുമ്പം എപ്പോഴും നോൺ ഡയറി വിപ്പിംഗ് ക്രീം യൂസ് ചെയ്യുന്നതാണ് നമുക്ക് നല്ലൊരു ടെക്സ്ചർ കിട്ടാനായിട്ട് ഏറ്റവും നല്ലത്. നാട്ടിലാണെങ്കിൽ ട്രോപ്പോലൈറ്റ് എന്ന് പറയുന്നത് നല്ലൊരു ബ്രാൻഡാണ്. എനിക്ക് നാട്ടിൽ ഞാൻ അധികം യൂസ് ചെയ്തിട്ടില്ല. ട്രോപ്പോലൈറ്റ് നല്ലതാണ്, പിന്നെ ഫിയോനയും നല്ലതാണ്. അപ്പം നോൺ ഡയറി ട്രൈ ചെയ്യുക കേട്ടോ. നോൺ ഡയറി ആകുമ്പം ഇപ്പം നമ്മൾ ആ വിപ്പിംഗ് ക്രീം മേടിക്കുമ്പോൾ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് ഡയറി വിപ്പിംഗ് ക്രീം അല്ലെങ്കിൽ നോൺ ഡയറി വിപ്പിംഗ് ക്രീം എന്ന് എഴുതിയിട്ടുണ്ടാവും. നോൺ ഡയറി ആണെങ്കിൽ കുറച്ചുകൂടെ അത് സ്റ്റിഫായിട്ട് നിൽക്കാനൊക്കെ എളുപ്പമാണ്, അതുകൊണ്ടാണ് പറഞ്ഞത്. ഇനി ഞാൻ ഇതിനകത്ത് ഒരു 2.5 കപ്പ് വിപ്പിംഗ് ക്രീമാണ് നമ്മുടെ ഈ കേക്കിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. പിന്നെ ഇത് ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കേണ്ടത്. പൊട്ടിച്ചു കഴിഞ്ഞാൽ 1-2 ആഴ്ചക്കകം മാക്സിമം തീർക്കണം കേട്ടോ. പിന്നെ അധികം നാൾ വെച്ചേക്കാൻ പറ്റത്തില്ല. ഇതിനിയും ബാക്കി ഞാൻ ഫ്രിഡ്ജിൽ തന്നെ ഒന്നെങ്കിൽ ഒരു കുപ്പിയിലൊക്കെ ആക്കി സൂക്ഷിച്ചു വെക്കും. ഇത് ബാക്കി ഒന്നെങ്കിൽ ഐസ്ക്രീം ഒക്കെ ഉണ്ടാക്കാൻ നല്ലതാണ് കേട്ടോ. ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് ഇതേപോലെ വിപ്പ് ചെയ്ത ഐസ്ക്രീമോ, എന്ത് ഫ്ലേവർഡ് ഐസ്ക്രീം, ഇച്ചിരി കൊക്കോ പൗഡർ ഇട്ട ചോക്ലേറ്റ് ഐസ്ക്രീമോ അല്ലെങ്കിൽ പിസ്ത എസൻസോ ഒക്കെ ചുമ്മാ എസൻസ് ഇട്ട് ഒഴിച്ചാൽ എന്ത് ഐസ്ക്രീം വേണമെങ്കിലും റെഡിയാക്കി എടുക്കാം കേട്ടോ. ഇനിയും ഫ്രീസ് ചെയ്ത് വെച്ച ആ ബീറ്റർ ബ്ലേഡ് വെച്ചിട്ട് ഫസ്റ്റ് സ്ലോ സ്പീഡിൽ ബീറ്റ് ചെയ്യാൻ തുടങ്ങണം. ലോ സ്പീഡിൽ വെച്ച് സ്റ്റാർട്ട് ചെയ്ത് ഗ്രാജുവലി ഹൈ സ്പീഡിലോട്ടായി. അങ്ങനെ 1 മിനിറ്റ് ഹൈ സ്പീഡിൽ വെച്ചിട്ട് ബീറ്റ് ചെയ്തു. ഈ മാക് ടോപ്പ് എന്ന് പറയുന്നത് ഇവിടെ കിട്ടുന്ന ഈ വിപ്പിംഗ് ക്രീം ആക്ച്വലി നല്ല മധുരമുള്ളതാണ്. അപ്പോൾ ഇതിൽ എക്സ്ട്രാ പഞ്ചസാരയോ കണ്ടൻസ്ഡ് മിൽക്കോ ഒന്നും ആഡ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ നാട്ടിൽ വേറെ ഏതെങ്കിലും ബ്രാൻഡാണ് മേടിക്കുന്നെങ്കിൽ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. മധുരം ഇല്ലാത്തതാണ്. ഇപ്പോൾ എനിക്കൊന്ന് ട്രോപ്പോലൈറ്റ് നാട്ടിൽ കിട്ടുന്ന ബ്രാൻഡൊക്കെ ആണെങ്കിൽ എക്സ്ട്രാ ഷുഗർ ആഡ് ചെയ്യേണ്ടി വരും. അപ്പം ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ കട്ടിയായി തുടങ്ങുന്ന ഈ ടൈമിലാകുമ്പം
കുറച്ച് പഞ്ചസാര, ഏകദേശം 1 കപ്പോളം പഞ്ചസാര വേണ്ടി വരും ഈ 2.5 കപ്പ് വിപ്പിംഗ് ക്രീമിന് വേണ്ടിയിട്ട്. അപ്പോൾ അത് എത്ര മധുരം വേണോ അതിനനുസരിച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്ത് ബീറ്റ് ചെയ്ത് നല്ല തിക്കാക്കി വരും. അപ്പോൾ ഇതിന് ഇവിടെ കിട്ടുന്ന ഈ ബ്രാൻഡിന്, മാക്ടോപ്പ് എന്ന് പറയുന്ന ബ്രാൻഡിന് മധുരം എക്സ്ട്രാ ആവശ്യമില്ല കേട്ടോ. ആവശ്യത്തിന് നല്ല മധുരമുണ്ട്. അപ്പം നിങ്ങൾ 1 കപ്പ് ആഡ് ചെയ്ത് ടേസ്റ്റ് ചെയ്ത് നോക്കി ആവശ്യത്തിന് മധുരം ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കാം. എക്സ്ട്രാ മധുരമല്ലേ വേണ്ടാത്തൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ചൊരു എസൻസ് ചേർക്കാമല്ലോ. ഏകദേശം ഒരു 5 മിനിറ്റ് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഹൈ സ്പീഡിൽ ബീറ്റ് ചെയ്തു. ഇപ്പൊ കണ്ടോ, ഈ ബീറ്റർ ബ്ലേഡിൽ നിന്ന് ഈ ക്രീം താഴോട്ട് പോകുന്നില്ല, ഇങ്ങനെ തന്നെ ഇരിക്കുകയാണ്. അപ്പം ഇതാണ് ഇതിന്റെ കറക്റ്റ്. ജസ്റ്റ് ഒന്ന് പൊക്കി നോക്കുമ്പോൾ മനസ്സിലാവുന്നത് ഈ ക്രീം ഇതിൽ തന്നെ സ്റ്റിഫായിട്ടിരിക്കുകയാണ്. അപ്പം ഇത് താഴോട്ട് പോകത്തില്ല. നമ്മൾ ഒരു സ്പാച്ചില വെച്ചിട്ട് അത് എടുക്കണം. അപ്പം ഇതാണ് ഇതിന്റെ കറക്റ്റ് സെറ്റായി എന്ന അർത്ഥം. ഈ പരുവാകുമ്പോൾ നമ്മൾ ബീറ്റിംഗ് സ്റ്റോപ്പ് ചെയ്യണം. ഇനിയും ഈ വിപ്പിംഗ് ക്രീം ഒന്ന് ഫ്രിഡ്ജിലോട്ട് വെക്കാം. ഒരു ചോക്ലേറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ചോക്ലേറ്റ് യൂഷ്വലി ഈ കേക്ക് ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ ബേക്കിംഗ് ചോക്ലേറ്റ് അല്ലെങ്കിൽ ഡാർക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇവിടെ നോർമൽ ഡയറി മിൽക്കാണ് എടുത്തേക്കുന്നത് കേട്ടോ. ഡയറി മിൽക്ക് എടുക്കുമ്പം ഫ്രൂട്ട് ആൻഡ് അങ്ങനത്തെ ഒന്നും എടുക്കാതെ പ്ലെയിൻ ഡയറി മിൽക്ക് യൂസ് ചെയ്താൽ മതിയേ. ഇപ്പം ഇങ്ങനത്തെ ഒരു ഗ്രേറ്റർ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു പിച്ചാത്തി വെച്ചിട്ടാണെങ്കിൽ ഒന്ന് കുഞ്ഞായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്താൽ മതി. ഡയറി മിൽക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഒന്ന് ഫ്രോസ്റ്റ് ചെയ്യാം. അപ്പോഴത്തേക്കും ഈ ഡയറി മിൽക്ക് ഗ്രേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കാം. അല്ലെങ്കിൽ നമ്മൾ കേക്ക് ഒന്ന് ഫ്രോസ്റ്റ് ചെയ്ത് തീരുമ്പോഴത്തേക്ക് ഇത് ചിലപ്പം അലിഞ്ഞു പോകും. ഡയറി മിൽക്ക് ആയതുകൊണ്ട് നോർമൽ കോമ്പൗണ്ട് ചോക്ലേറ്റ് ഒക്കെ ആണെങ്കിൽ ഇത്ര പെട്ടെന്ന് അലിയത്തില്ല. ഞാൻ കേക്ക് ഫ്രിഡ്ജിൽ വെച്ചേക്കുമായിരുന്നു. ഇനി ഇതിനെ ഒന്ന് 2ആയിട്ട് മുറിക്കണം. ഞാൻ 2 ലെയർ ഫ്രോസ്റ്റിംഗ് ആണ്. 2 ലെയർ പറഞ്ഞാൽ 1 ലെയർ, അടുത്തത്തെ 1 ലെയറിലാണ് ഫ്രോസ്റ്റിംഗ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ചെറിയ കേക്ക് അല്ലേ, അപ്പോൾ ഒറ്റ ലെയർ ചെയ്യാനുള്ളതേ ഉള്ളൂ. ഇത് ശരിക്കും ത്രെഡൊക്കെ വെച്ചിട്ട് കേക്ക് കട്ടർ ഉണ്ടെങ്കിൽ എളുപ്പമാണ് ഇങ്ങനെ ജസ്റ്റ് കട്ട് ചെയ്ത് പോകാം. അല്ലെങ്കിൽ ഈ നൈലോൺ ത്രെഡ് ഉണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് അത് വെച്ചിട്ട് ഇങ്ങനെ വരിഞ്ഞെടുക്കാനും എളുപ്പമാണ്. എൻ്റെ ഇപ്പം നൈലോൺ ത്രെഡൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ നൈഫ് വെച്ചിട്ട് തന്നെ എടുക്കുകയാണ്. രണ്ട് ലെയർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയും മാറ്റി വെക്കാം. റൗണ്ട് കേക്ക് ടേബിൾ സെറ്റ് ചെയ്യാനായിട്ട് ഞാനൊരു കുഞ്ഞ് പാത്രം ഇങ്ങനെ കമത്തി വെച്ചിട്ടുണ്ട്. കേക്ക് ടേബിൾ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം, എൻ്റെ ഇല്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ ഇപ്പോൾ ചെയ്യുവാണ്. ഒരു പാത്രം കമത്തി വെച്ചിട്ട് അതിൻ്റെ മുകളിലോട്ട് ഒരു ചപ്പാത്തി പലക അതിൻ്റെ കറക്റ്റ് സെൻറ്ററിലായിട്ട് വെക്കുക. സ്റ്റീലോ അങ്ങനത്തെ മാർബിളോ എന്ത് ചപ്പാത്തി, എൻ്റെ ഇപ്പോൾ വുഡാണ്, എന്തായാലും കുഴപ്പമില്ല. കറക്റ്റ് മിഡിലായിട്ട് വെക്കുകയാണെങ്കിൽ ഇങ്ങനെ ടേൺ ആകുമ്പോൾ അതിങ്ങനെ കറങ്ങിക്കോളും. നടുവിലായിരിക്കണം, അതേ ഉള്ളൂ, ഇല്ലെങ്കിൽ അത് തരണം. ഇനി അതിൻ്റെ മുകളിലോട്ട് നമ്മൾ ഏത് പ്ലേറ്റിലാണ് കേക്ക് വെക്കാൻ ഉദ്ദേശിക്കുന്നത് ആ പ്ലേറ്റ് വെക്കുക. പിന്നെ ഞാൻ അടിയിലോട്ട് കുറച്ച് ബട്ടർ പേപ്പർ വെക്കുക. കാരണം ഇതെല്ലാം ഡെക്കറേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഈ പ്ലേറ്റ് എല്ലാം വൃത്തികേടാവും. അപ്പം ആ പ്ലേറ്റ് പിന്നെ അല്ലെങ്കിൽ അത് ക്ലീൻ ചെയ്ത് നീക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 ബട്ടർ പേപ്പർ ഇങ്ങനെ ക്രോസ് ആക്കി ഇട്ടേക്കണം. അപ്പോൾ ഈ പേപ്പർ അങ്ങ് ഇളക്കി മാറ്റിയാൽ മതിയല്ലോ, ചുറ്റിനാവുന്നത് അങ്ങ് വൃത്തിയായിട്ടിരിക്കാനായിട്ട് ഇതങ്ങ് വലിച്ചെടുത്താൽ മതി. അതിനു വേണ്ടി ഇങ്ങനെ ക്രോസ് ആയിട്ട് ഇട്ടേക്കാണ് 2 ബട്ടർ പേപ്പർ. താഴെ ഒരു ബേസ് വെച്ചു, കേക്കിൻ്റെ ആ ഒരു ബേസ് വെച്ചു. ബേസ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, എൻ്റെ ഇപ്പോൾ ഒരെണ്ണം ഇരുന്നുകൊണ്ട് ഞാൻ വെച്ചതേ ഉള്ളൂ. ഇതങ്ങനെ ഉണ്ടെങ്കിൽ വെക്കുക, ഇല്ലെങ്കിൽ ആ പ്ലേറ്റിൻ്റെ പുറത്തോട്ട് കുറച്ച് ക്രീം ഇങ്ങനെ തേച്ചാലും മതി കേട്ടോ. ഈ ക്രീം ഞാൻ ഇത്രയും നേരം നമ്മൾ ആ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത സമയത്ത് ഇത് ഫ്രിഡ്ജിൽ വെച്ചേക്കുമായിരുന്നു കേട്ടോ, ഇത് മെൽറ്റായി പോകാതിരിക്കാനായിട്ട്. ഇച്ചിരി ഒന്ന് ആ കേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആടാതിരിക്കാനായിട്ട് മാത്രം തുള്ളി ഇങ്ങോട്ടും തേച്ച് കൊടുക്കുക, അല്ലെങ്കിൽ കേക്ക് കട്ട് ചെയ്യുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നും. ബേസ് ലെയർ വെച്ച് കൊടുത്തിട്ട് ഷുഗർ സിറപ്പ് ഒരു ബ്രഷ് എടുത്തിട്ട് ഇങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഈ ഇങ്ങനത്തെ ബ്രഷ് ഇല്ലെങ്കിൽ
സ്പൂണിൽ ശകലം എടുത്ത് ഒഴിക്കുക. വളരെ കുറച്ച്, ഒരുപാട് അങ്ങ് ഒഴിക്കരുത്. അതുകൊണ്ട് ഒരുപാട് ആവാതിരിക്കാനാണ് ഇങ്ങനൊരു ബ്രഷിലൊന്ന് ചെയ്യാൻ പറയുന്നത്. കാരണം നമ്മൾ ചെറിയ ക്രഷ് ഉണ്ടാക്കിയില്ലേ, അതിലും കുറച്ച് വാട്ടർ കണ്ടന്റ് കാണും. അപ്പോൾ ഒത്തിരി അങ്ങ് കേക്ക് കുതിർന്നു പോകാൻ പാടില്ലല്ലോ. ഇനിയും എനിക്ക് സ്ട്രോബെറി ക്രഷ് എന്നേ വരുന്നുള്ളൂ. ചെറിയ ക്രഷ് ഫുള്ളായിട്ട് ഇതിനകത്തോട്ട് ഇടുക. ഒരു ലെയറിലേ ചെയ്യുന്നുള്ളൂ, അപ്പം മുഴുവൻ ഇതിനകത്ത് ഇടാം കേട്ടോ. ഇനിയും വിപ്പിംഗ് ക്രീം കുറച്ചൊന്ന് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട്, ഞാനിത് ചെറിയ കേക്ക് ആയതുകൊണ്ട് പിന്നെ ഒരു ലെയർ വെക്കുന്നതുകൊണ്ട് കുറച്ച് അധികം ക്രീം ഒരു ലെയറിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. 2-3 ലെയറിലാണെങ്കിൽ ഓരോ ലെയറിലും തിന്നായിട്ട് വെച്ചാൽ മതി. ഇതിപ്പോൾ ഒറ്റ ലെയറല്ലേ നടുക്ക് ക്രീം ഉള്ളൂ, അതുകൊണ്ട് ഒരുവിധം കട്ടിക്ക് അകത്ത് ക്രീം വെച്ചിട്ടുണ്ട്. ഇനി മുകളിലത്തെ കേക്ക് വെക്കുക. ഇനിയും ഇതിൻ്റെ പുറത്ത് വെച്ചിട്ട് ഷുഗർ സിറപ്പും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ പുറത്ത് കുറച്ച് കൂടുതൽ വേണമെങ്കിൽ ഷുഗർ സിറപ്പ് ഒഴിക്കാം. കാരണം ക്രഷ്, ചെറിയ ക്രഷ് ഇതിൻ്റെ മുകളിൽ ഒഴിക്കുന്നില്ലല്ലോ, ഷുഗർ സിറപ്പ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ബാക്കിയുള്ള ഷുഗർ സിറപ്പ് മൊത്തം ഇതിൻ്റെ മുകളിൽ അങ്ങ് ഒഴിക്കാവേ. ഇനി വിപ്പിംഗ് ക്രീം ഫുള്ളായിട്ട് ചുറ്റിനും വെക്കണം. ആദ്യം ഒരു ലെയർ ഒന്ന് ചെറുതായിട്ട് വെച്ചിട്ട് അരമണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ടൊന്ന് സെറ്റ് ആക്കിയിട്ട് വേണം ബാക്കി ചെയ്യാനായിട്ട്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കുറച്ച് എളുപ്പമായിരിക്കും കേട്ടോ. എല്ലായിടവും ഒന്ന് കോട്ടിങ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുന്നതിന് ക്രം കോട്ടിംഗ് എന്നാണ് പറയുന്നത്. ഇങ്ങനെ ക്രം കോട്ടിംഗ് ചെയ്ത് അരമണിക്കൂർ ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞ് ബാക്കി ചെയ്യുവാണെങ്കിൽ നമുക്ക് കുറച്ച് എളുപ്പം വെച്ചാൽ കേക്കിൻ്റെ ബാക്കി ചെറിയ ചെറിയ പീസൊന്നും വെളിയിലാവാതെ എളുപ്പത്തിൽ പിന്നെ വെളിവശം ചെയ്യാൻ എളുപ്പമായിരിക്കും. ടൈം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യും. എനിക്കിപ്പം ടൈം ഉണ്ട്, ബാക്കി കുക്കിംഗ് ഒക്കെ ചെയ്യുന്നതിനിടയ്ക്ക് ടൈമുണ്ട്, അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു. ഇല്ലെങ്കിൽ ഒറ്റയടിക്ക് ചെയ്താലും മതി കേട്ടോ. ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിന് അങ്ങനെ ചെയ്യണം നിർബന്ധമൊന്നുമില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അരമണിക്കൂർ കഴിഞ്ഞ് കേക്ക് ഫ്രീസറിൽ നിന്ന് പുറത്തെടുത്തു. ഇപ്പം ഈ ക്രം കോട്ടിംഗ് ഒക്കെ ഒരുവിധം സെറ്റ് ആയിട്ടുണ്ടാവും, അതുകൊണ്ടാണ് അരമണിക്കൂർ ഫ്രീസറിൽ തന്നെ വെക്കുന്നത്. ഇനിയും നമുക്ക് ഫൈനൽ മുകളിലുള്ള ഫ്രോസ്റ്റിംഗ് ചെയ്യാം. ഭാഗം ഈ നമ്മളുടെ ഈ ചെയ്യുന്ന ഈ നൈഫില്ലേ, ഇത് പുറത്തെടുക്കാതെ എളിയിലോട്ട് ഇങ്ങനെ ഓരോ പ്രാവശ്യം എടുക്കരുത്. എടുക്കുമ്പോഴത്തേക്ക് അത് അവിടെ പൊങ്ങി വരും. അപ്പോൾ പുറത്തെടുക്കാതെ ആദ്യം ആവശ്യമുള്ള ഫ്രോസ്റ്റിംഗ് എല്ലാം വിട്ട് കൊടുത്തിട്ട് ഒറ്റ ട്രിപ്പിൽ ഇങ്ങനെ ചെയ്യുക. അങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് മുകൾ വശമൊന്നും വേണമെന്നില്ല, കാരണം നമ്മൾ ഇതിൻ്റെ മുകളിൽ ആ ഗ്രേറ്റ് ചെയ്ത് വെച്ച് ചോക്ലേറ്റ് ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. വൃത്തിയായിട്ട് വെളിവശമൊക്കെ ഫ്രോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയും ഒരു പൈപ്പിംഗ് ബാഗിനകത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന്, ഫ്ലവേഴ്സ് അല്ല, കുറച്ച്, എനിക്കിപ്പോൾ വലുതായിട്ട് ഡിസൈൻ ചെയ്യാനൊന്നും അറിയത്തില്ല. എൻ്റെ കയ്യിൽ പൈപ്പിംഗ് ബാഗും ഇല്ല. എൻ്റെ കയ്യിൽ ഇതാണ്ട് ഈ സ്റ്റാർ നോസിൽ ഇവിടെ ഉണ്ട്, പിന്നെ ഒരു സിപ്പ് ലോക്ക് ബാഗും ഉണ്ട്. അപ്പം ഞാൻ ഈ സിപ്പ് ലോക്ക് ബാഗിൻ്റെ ഒരു കോണിലായിട്ട് ഈ നോസിൽ വെച്ച് കൊടുത്തു. എന്നിട്ടൊന്ന് ജസ്റ്റ് ഇതിൻ്റെ അറ്റം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക, ആ നോസിലിൻ്റെ അവിടെ ഒന്ന് ഇളകി വെളിയിലോട്ട് വരാൻ വേണ്ടിയിട്ട്. ഇനി ഒരു ഗ്ലാസ്സിനകത്തോട്ട് ഇത് വെച്ച് കൊടുക്കാം, ഈ ബാഗിനകത്ത് ഈ ഫ്രോസ്റ്റിംഗ് ഫില്ല് ചെയ്യാൻ.
കുറച്ച് ഫില്ല് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഇത് കോൺ പോലെ ഇങ്ങനെ ആക്കിയേ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് ഇതിനകത്തോട്ട് തന്നെ നോക്കാതെ വരുന്നുണ്ടോന്ന്. വരുന്നുണ്ട്. ഇതിനകത്തോട്ട് പ്രസ് ചെയ്ത് നോക്കി. അപ്പം അത് റെഡിയാക്കി വെച്ച് കഴിഞ്ഞ് ഇനിയും ഇതിൻ്റെ സൈഡിലും മുകളിലും ഒക്കെ ചോക്ലേറ്റ് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചില്ല, അത് ഇട്ട് കൊടുക്കണം. സൈഡിലെല്ലാം ഗ്രേറ്റഡ് ചോക്ലേറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയും ഈ പൈപ്പിംഗ് ബാഗിൽ ഉള്ള സ്റ്റാർ നോസിൽ വെച്ചിട്ട് ജസ്റ്റ് ഓരോ സൈഡിലായിട്ട് പറ്റുന്ന പോലെ ഓരോ ഫ്ലവേഴ്സ് സൈഡിൽ ചുറ്റിനും ഞാൻ ഫ്ലവേഴ്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പം സ്റ്റാർ വെച്ചിട്ട് അങ്ങനെ ഫ്ലവർ ആണോ എന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒട്ടും ഒരു കേക്ക് എക്സ്പെർട്ട് അല്ല. പക്ഷെ എനിക്ക് പറ്റുന്ന പോലെ ഞാൻ ചെയ്യുവാണ്. ഞാൻ വിചാരിച്ചതിനകത്തും ഇതേപോലെ അടുപ്പിച്ച്, സാധാരണ ബ്ലാക്ക് ഫോറസ്റ്റിന് അങ്ങനെയല്ല, ഇതിനകത്തെല്ലാം ചോക്ലേറ്റ്സ് ആണ് ഇടാറ്. ഞാൻ വിചാരിച്ചു കുറച്ച് പറ്റുന്ന പോലെ അടുപ്പിച്ചടുപ്പിച്ച് കുറച്ച് ഫ്ലവേഴ്സ് ഇടാം, കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ഫ്ലവേഴ്സ് ചെയ്തപ്പോൾ എനിക്ക് നല്ല രസമുണ്ട്, അതുകൊണ്ടേ ചെയ്യുക കേട്ടോ. ലെയർ ഫുള്ളായിട്ട് ഫ്ലവേഴ്സ് ചെയ്തു. ഇനിയും ഈ നടുക്കത്തെ കുറച്ച് ഭാഗത്ത് മാത്രം ഈ ഗ്രേറ്റഡ് ചോക്ലേറ്റ് ഇടുവാണ്. ഇനിയും ബ്ലാക്ക് ഫോറസ്റ്റ് അല്ലേ, കുറച്ച് ചെറി ഭംഗിക്ക് വെക്കണം. അപ്പം ഞാനിത് എങ്ങനെ വെക്കണം എന്നാണ് ആലോചിക്കുന്നത്. എല്ലായിടത്തും ഏതായാലും വെക്കണ്ട, കുറച്ച് കുറച്ചായിട്ടൊന്ന് വെച്ച് നോക്കാം. ഓക്കെ, അങ്ങനെ ഞാൻ ചെറിയും വെച്ച് ശരിയാക്കി. ഇനി അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത്, കേക്കിൻ്റെ എല്ലാം കഴിഞ്ഞു, ഫൈനൽ ഡെക്കറേഷൻ എല്ലാം കഴിഞ്ഞു. എങ്ങനെയുണ്ട്? ഞാൻ വലിയ കേക്ക് എക്സ്പേർട്ടൊന്നും അല്ലെങ്കിൽ നമുക്ക് ഒരുവിധം ഭേദപ്പെട്ടൊരു കേക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന് മനസ്സിലായില്ലേ. ഇപ്പം കേക്ക് എക്സ്പേർട്സ് ഒക്കെ ഒന്ന് ക്ഷമിച്ചേക്കണം. കാരണം എനിക്കറിയാം ഒത്തിരി നന്നായിട്ട് കേക്ക് ഉണ്ടാക്കുന്ന ഒരു നല്ല രസമുള്ള വീഡിയോസ് ഇടാറുണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് ഇട്ടത് അങ്ങനെ വലിയ എക്സ്പേർട്ടൊന്നും അല്ലെങ്കിലും ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ എന്നൊന്ന് കാണിച്ചെന്നേ ഉള്ളൂ. അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടി ബേസിക്കായിട്ട് ഇപ്പം കേക്ക് നമുക്ക് തന്നെ ചെയ്യുമ്പോൾ ഒരു സന്തോഷമുള്ളൂ, അതിന് വേണ്ടിയിട്ടൊന്ന് ജസ്റ്റ് സിമ്പിൾ രീതിയിൽ കാണിച്ചതാണ് കേട്ടോ. ഇനിയും ഈ അടിയിലത്തെ ഈ പേപ്പർ മാറ്റണം. അപ്പോൾ ഇതെല്ലാം വൃത്തിയായിട്ടിരിക്കുകയും ചെയ്യും. ആ ബേസ് ഉൾപ്പെടെ അങ്ങ് പൊക്കിയെടുത്തിട്ട് ഓരോ പേപ്പറായിട്ട് അങ്ങ് എടുത്ത് മാറ്റിയാൽ മതി. അപ്പം ഇതാണ് നമ്മുടെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക്. എനിക്ക് തന്നെ കണ്ടിട്ട് ഭയങ്കര സന്തോഷം വരുന്നു കേട്ടോ. ഞാനിതിൻ്റെ ക്ലോസപ്പിൽ എല്ലാ സൈഡും ഒന്ന് കാണിക്കാം. അങ്ങനെ ഭയങ്കര 100% പെർഫെക്റ്റ് ആയി എന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. എന്നാലും നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ് കേട്ടോ, ഒരു സന്തോഷമാണ്, പ്രത്യേക സന്തോഷമാണ്. അപ്പം കേക്ക് അത്രയും ഉണ്ടാക്കാത്തവരാണെങ്കിലും ഒന്ന് ധൈര്യമായിട്ട് ട്രൈ ചെയ്യാൻ പറ്റിയ, എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു കേക്കാണ് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് കേട്ടോ. ഇതിൻ്റെ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ ഫ്രോസ്റ്റിംഗ് ഒന്നും ഒട്ടും ചെയ്യാൻ അറിഞ്ഞുകൂടാത്തവർക്കും ഈസി ആയിട്ട് ഈ മുകളിലത്തെ ഡിസൈനും ഒക്കെ കൊടുത്ത് ശരിക്കും കാണുമ്പോഴത്തേക്കും നല്ല ഭംഗിയാണ് കേട്ടോ. നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. ഞാനിതിപ്പോൾ കട്ട് ചെയ്ത് കാണിക്കുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാനത് സിറിയയ്ക്ക് ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ സിറിയ വൈകിട്ട് വന്ന് കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ ഇതിൻ്റെ ലാസ്റ്റ് കൊടുക്കാം, അല്ലെങ്കിൽ നിഷാസ് ഡ്രീംസിൽ അതിൻ്റെ വ്ളോഗായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം എല്ലാവരും കേക്ക് ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓവൻ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ധൈര്യത്തോടെ ഉണ്ടാക്കാമല്ലോ. അപ്പം ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് എങ്ങനെ ഉണ്ടെന്ന് നോക്കിയിട്ട് ചെയ്ത് നോക്കി പറയുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ ശരി, നമുക്ക് അടുത്ത പ്രാവശ്യം പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ. കേക്ക് കട്ട് ചെയ്യുന്നതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പം കട്ട് ചെയ്ത് കഴിഞ്ഞ് ബാക്കിയുള്ളതിൻ്റെ ജസ്റ്റ് ഒന്ന് കാണിക്കുക കേട്ടോ. ഫുള്ളായിട്ട് കട്ട് ചെയ്യുന്നതിൻ്റെ വീഡിയോ ആയിട്ട് എടുക്കാൻ പറ്റിയില്ല, ഞാൻ കുറച്ച് ഫോട്ടോസ് എടുത്തേ ഉള്ളൂ. അപ്പം ഇതാണ് കേക്കിൻ്റെ ഉൾവശം. നല്ല കേക്കായിരുന്നു കേട്ടോ, നല്ല സോഫ്റ്റായിട്ട് നല്ല മധുരവും എല്ലാം നല്ല കേക്കായിരുന്നു. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.